നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. 2025 ശേഷമുള്ള 2025 ആദ്യത്തെ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അത് 2025 ആദ്യത്തെ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. മാത്രമല്ല, ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ് 2025 ആദ്യത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഒറ്റ വരിയിൽ നല്ലത് എന്ന് പറയാമെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയേണ്ടതുണ്ട്. അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർന്നുള്ള വീഡിയോയുടെ ഭാഗങ്ങൾ കാണാവുന്നതാണ്. എന്ത് തന്നെയായാലും കൊടുക്കുന്ന കാശിന് മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിന്റെ ഗംഭീര പെർഫോമൻസും നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് നമ്മുടെ ചാനലിൽ നിരവധി യൂട്യൂബർമാർ വീഡിയോ കാണുന്നുണ്ട്. അവരുടെയൊക്കെ കമന്റുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊരു ചോദ്യമാണ്. ഡിസംബറിലെ കാശ് നിങ്ങൾക്ക് വന്നോ യൂട്യൂബിന്റെ? അത് എനിക്ക് ഇതുവരെ വന്നില്ല. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. വേറെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ടീമുകൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമയായിരുന്നു ഫോറൻസിക് എന്ന് പറയുന്ന സിനിമ. മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു ഫോറൻസിക്. നമ്മളെ ശരിക്കും തിയേറ്ററിൽ സീറ്റിൽ പിടിച്ചിരുത്തി കണ്ട ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അതേപോലെ തന്നെ ടെൻഷൻ അടിപ്പിച്ച ഒരു സിനിമയായിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഈ സിനിമ കാണാൻ നേരത്തും ഉണ്ടാകും എന്നുള്ളത് ഒരു തെറ്റും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിനോടൊത്ത് ഈ സിനിമ നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരല്പം സംശയമാണ്. അത്ര അങ്ങോട്ട് വന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കലും നമുക്ക് രണ്ട് സിനിമകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ലെങ്ത് ഫീൽ ചെയ്യുന്നുമുണ്ട്. അത് ഇതിനെ ഒരു നെഗറ്റീവായിട്ട് പറയാം. പക്ഷെ പോസിറ്റീവ് നമുക്ക് സാധാരണയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ പോസിറ്റീവ് ഘടകങ്ങളുമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമ ഫോറൻസിക്കിൽ അവർ കാണിച്ച പോലെ തന്നെ നമ്മൾ കേൾവിയില്ലാത്ത പല മെഡിക്കൽ കണ്ടീഷൻസും അതുമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസിന്റെ പ്രകടനം ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. ഒരു വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിറ്റുവേഷനുമായി ബേസ് ചെയ്തിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അതത്ര നിസ്സാര കാര്യമല്ല. അഭിനയിക്കാതിരിക്കുകയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പണ്ട് മമ്മൂട്ടി തന്നെ ബിഗ് ബിയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇതിനകത്ത് ടൊവിനോ തോമസ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ, അതുപോലെ ഇന്റർവെല്ലിന് കൊണ്ടുപോയി നിർത്തിയ ആ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ്, അത് നല്ലൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകരിലേക്ക് ഉണ്ടാക്കാൻ ആ ഒരു ട്വിസ്റ്റിന് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല മേക്കിംഗ് ക്വാളിറ്റി ഫസ്റ്റ് ഫ്രെയിം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മേക്കിംഗ് ക്വാളിറ്റി. അതായത് വിമാനങ്ങൾ, വിമാനത്താവളം, വിമാനം, അതുപോലെ തന്നെ വിമാനത്തിന്റെ അകത്തുള്ള ഫൈറ്റ്, ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമായിരുന്നു ഇതുവരെയുള്ള കാലഘട്ടത്തിൽ. പക്ഷെ ഈ ഒരു സിനിമയിൽ അതൊക്കെ വളരെ മനോഹരമായിട്ട്, അത് കാണുമ്പോൾ നമുക്ക് വലിയ റിച്ച് ഫീല് തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. തട്ടിക്കൂട്ട് സെറ്റപ്പിൽ എടുത്തു വെച്ചതല്ല എന്നുള്ളത് ആ ഒരൊറ്റ സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ട്രെയിലറിൽ കണ്ട ആ ഒരു കാർ ചേസിംഗ് രംഗം ഒരു ഒന്നൊന്നര ചേസിംഗ് ആയിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായിട്ട് തന്നെ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ടെക്നിക്കൽ സൈഡിൽ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് സിനിമയ്ക്ക് കുറേ അധികം കൺഫ്യൂഷൻസ് നമുക്ക് നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഓരോ കൺഫ്യൂഷൻസിനും എണ്ണം പറഞ്ഞ് തന്നെ അവർ മറുപടിയും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടം കഴിഞ്ഞിറങ്ങുന്നവന്റെ മനസ്സിൽ ആ സംഭവം എന്തായിരുന്നു, അത് എങ്ങനെയാണ്, അവരിപ്പോൾ പറഞ്ഞ ആ വാക്ക് എന്താണ്, അതല്ലെങ്കിൽ ആ ഒരു അസുഖം എന്താണെന്നൊന്നും നമുക്ക് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ പറഞ്ഞു പോകുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിച്ചിൽ പല ഭാഗങ്ങളിലും തോന്നുമെന്നുണ്ടെങ്കിലും അത് ഈ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് ടോട്ടലി നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയായിട്ട് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനെ പറയാൻ സാധിക്കും. ക്യാമറ വർക്കുകളൊന്നും അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന വർക്കുകളൊന്നും ഉണ്ടായില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു ക്യാമറാമാന്റെ വർക്ക് പ്രേക്ഷകൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശം വർക്കായിട്ട് തന്നെ വിലയിരുത്തേണ്ട
ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നമ്മളത് ശ്രദ്ധിക്കാതെ ക്യാമറാമാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഗംഭീരം. എന്നാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനോട് അത്ര വലിയ ഒരു തൃപ്തി പറയാൻ തോന്നുന്നില്ല. കാരണം കുറച്ച് ഓവറായിട്ട് ഇപ്പോൾ കുറേ സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഭയങ്കര ലൗഡായിട്ട് മ്യൂസിക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഏറ്റവും ഭീകരാവസ്ഥയായിരുന്നു കങ്കുവേലൊക്കെ കണ്ടത്. ആ ഒരു റേഞ്ചൊന്നുമല്ല, എന്നിരുന്നാൽ പോലും കുറച്ച് ഓവർ ഒച്ചപ്പാട് ലഹളയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് തോന്നണമെന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിരുന്നു. എന്നിരുന്നാലും പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ, ഈ പറഞ്ഞ ത്രില്ലിങ്ങിന്റെ തലയ്ക്കൊക്കെ കൊണ്ടുവന്ന രംഗങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ലാത്ത രംഗങ്ങളിൽ ഇത് വരുമ്പോഴാണ് നമുക്കൊരു അലോസരപ്പെടുത്തുന്ന ഫീൽ വരുന്നത്. ഇതൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളായിട്ട് പറയാനുള്ളത്. പക്ഷെ നെഗറ്റീവ് ഘടകങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമ ഫസ്റ്റ് ഹാഫിൽ എന്താണോ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് ഒരു കൊലപാതകവും അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു വിഷയത്തിന് ഒട്ടും തന്നെ പ്രാധാന്യമില്ലാത്ത വേറെ ഒരു വിഷയത്തിലേക്ക് പടം കടക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെയാണ് കടക്കുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം കാണിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആദ്യം കാണിച്ച സംഭവങ്ങളൊക്കെ വെറും പൊട്ടത്തരങ്ങളായിരുന്നു, അതൊക്കെ വെറും പുകമറകളായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറച്ച് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ നല്ല സിനിമയാണ്, നല്ല ടെക്നിക്കൽ സൈഡ് പെർഫെക്ഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടെ നടക്കുന്ന പല സിറ്റുവേഷൻസിന്റെയും അല്ലെങ്കിൽ പല കഥാപാത്രങ്ങളുടെയും ആ ഒരു ഫീല് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം സിനിമ നല്ല രീതിയിൽ തന്നെ പോകുന്നു, വേറെ ലാഗ് അടിക്കാതെ അല്ലെങ്കിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാതെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നായകന്റെ അല്ലെങ്കിൽ നായികയുടെ ആ ഒരു മാനസിക ഫീൽ പ്രേക്ഷകർക്കും കൂടെ കിട്ടണം. ആ ഒരു സംഭവം ഇതിനകത്ത് മിസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പണായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് പല ഘട്ടങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്യും. ചില ഘട്ടങ്ങളിൽ നമ്മൾ ടൊവിനോ തോമസിന്റെ കഥാപാത്രത്തോടൊപ്പം പോകുമ്പോഴും മറ്റു പല ഘട്ടങ്ങളിലും അയാൾ എന്തൊക്കെയോ കാട്ടുന്നു, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കഥ മാറുന്നുണ്ട്. കഥ മാറുകയല്ല, ആ ഒരു ഫീൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ഒരു പല സിനിമകളിലും അത് നെഗറ്റീവായിട്ട് ഭവിക്കാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണിക്കും. എനിക്ക് തോന്നുന്നു പൊതുവെ പ്രേക്ഷകരിൽ നിന്നൊരു സമ്മിശ്ര പ്രതികരണം കിട്ടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്ത് തന്നെയാലും കൊടുത്ത കാശിന് മുതലാവുന്ന ഒരു മുതലായിട്ട് തന്നെയാണ് ഈ ടൊവിനോ തോമസ് ചിത്രം, ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പ്രീ ക്ലൈമാക്സ് നല്ല ഗംഭീരമായിരുന്നു. ഈ പറഞ്ഞ മാതിരിയുള്ള വിമാനത്തിന്റെ അകത്തുള്ള ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വളരെയധികം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അതിന് നല്ലൊരു എൻഡും കിട്ടി. ശരിക്കും നമ്മളെ ത്രില്ലടിപ്പിച്ച ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പടം നീണ്ടു പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പ്രീ ക്ലൈമാക്സ് എന്ന് പറയുന്ന സിറ്റുവേഷൻ കഴിയുമ്പോൾ ഇനിയും വില്ലനെയും കൂടി കൊല്ലാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നു എന്നുള്ളതാണ് ഈ തുടക്കം പറഞ്ഞ ആ ഒരു ടൈം ഡ്യൂറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. മാത്രവുമല്ല ആ മെയിൻ വില്ലനായിട്ട് കാണിക്കുന്ന ആളേക്കാൾ വലിയ സംഭവങ്ങളായിരുന്നു ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള തുടക്കത്തിൽ കിട്ടിയ ആ ഒരു കണക്ഷൻ വിട്ടുപോകാനുള്ള സാധ്യത കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും കൊടുക്കുന്ന പടം കാശ് കൊടുത്ത് പടം കാണാൻ കയറുന്ന ആൾക്ക് തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടും. നല്ല രീതിയിൽ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പല സംഭവങ്ങളും, മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. വാച്ചബിൾ സിനിമ എന്ന് ധൈര്യമായിട്ട് പറയാം. കാശ് കൊടുത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമ എന്നും കൂടി പറയാം. പക്ഷെ മസ്റ്റ് വാച്ച് സിനിമ എന്നൊന്നും പറയത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഗംഭീരമാണ്, നല്ല ഒരു സിനിമ. ഒരിക്കലും ആവറേജ് എന്ന് ഞാൻ പറയത്തില്ല, എബോവ് ആവറേജ് എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ടെക്നിക്കൽ സൈഡ് നല്ല ഗംഭീരമായിരുന്നു, ആക്ടിങ് സൈഡും ഗംഭീരമായിരുന്നു. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഈ പറഞ്ഞ മാതിരിയുള്ള കണക്ഷൻസ് വിട്ടുപോകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായിട്ട് മാറും. ചില കഥാപാത്രങ്ങൾക്ക് ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ഉണ്ടല്ലോ, ഷെമ്മി തിലകന്റെ കഥാപാത്രം പല സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഇങ്ങനെയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു തരുന്ന ആ ഒരു ഫീല് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. ഷെമ്മി തിലകന്റെ കഥാപാത്രം തന്നെ ഈ സ്പൂൺ ഫീഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് എഴുതി മാറ്റി വെച്ചിരിക്കുന്ന കഥാപാത്രമാണ്. അദ്ദേഹമാണ് എല്ലാ ഇതിന്റെയും ഉത്തരം നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്പൂൺ ഫീഡിംഗ് ആണ്. അത് സ്പൂൺ ഫീഡിംഗ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തുമില്ല. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് കുറച്ച് കണക്ഷൻ വിട്ടുപോകാനായിട്ട് ഒരു കാരണമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. എന്ത് തന്നെയാലും ഈ സിനിമ കാണണോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല തിയേറ്ററിൽ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി മികച്ച അനുഭവം നൽകും എന്നും കൂടി പറയാം.
എന്തു തന്നെയാലും ഞാൻ തൃപ്തനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിട്ട് ഈ ഒരു സിനിമ മാറുന്നു. 2025 തുടക്കം തന്നെ നല്ല ഒരു സിനിമയായിട്ട് തുടങ്ങി എന്നുള്ളതിലും അഭിമാനിക്കാം. നന്ദി, നമസ്കാരം.